ഒരു ചെറിയ കഥയിൽ തുടങ്ങട്ടെ. വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി തീവണ്ടിയിൽ കയറിയ ഒരു 15-കാരൻ. ആ യാത്രയിൽ അവൻ കണ്ട ജനൽ കാഴ്ചകളിൽ ഇന്നും ഓർമ്മയിൽ മായാതെ നിന്ന കാഴ്ചയ്ക്കപ്പുറം അതൊരു കൗതുകമായിരുന്നു. ആ മലമുകളിൽ എന്താണെന്നറിയാനുള്ള കൗതുകം. കാലം ഇന്നവനെ അവിടെ എത്തിച്ചിരിക്കുന്നു. ഈ ക്ഷേത്ര കവാടം കടന്നു ചെന്നാൽ ഇത്രയും സുന്ദരമായ കാഴ്ചകളാണ് പ്രകൃതി നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നതെന്നറിയാൻ ഒരുപാട് വൈകിപ്പോയി. പ്രകൃതിയും ഭക്തിയും ശാന്തതയും ചരിത്രവും ഒന്നുചേരുന്ന മനോഹരമായ അനുഭവം. കേരള തമിഴ്നാട് അതിർത്തിയിലെ കോയമ്പത്തൂർ മധുക്കരൈ ശ്രീ ധർമ്മലിംഗേശ്വര ഹിൽ ടെമ്പിൾ. ഈ വഴിയിൽ യാത്ര ചെയ്തിട്ടുള്ളവർ അതിശയത്തോടെ നോക്കിക്കാണുന്ന ഒരിടം. ഇവിടെ നിന്നും തുടങ്ങുന്ന 931 പടികൾ. അത് കയറി വേണം സ്വയംഭൂവായ സാക്ഷാൽ പരമശിവനെ ദർശിക്കാൻ. ഈ 931 പടികളും ഭക്തർക്ക് ഓരോ പ്രാർത്ഥനകളാണ്. കഠിനമെങ്കിലും ഭക്തിയുടെ പാരമ്യത ഈ മലകയറ്റത്തെ ലഘൂകരിക്കുന്നു. കുന്തി ദേവിക്ക് യമധർമ്മനിൽ ജനിച്ച പഞ്ചപാണ്ഡവരിൽ മൂത്തവനായ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ ഈ മലമുകളിലെ സ്വയംഭൂ ശിവലിംഗത്തിൽ ആരാധന നടത്തിയതായും ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരന്റെ കൂടെ വന്ന അനുജൻ ഭീമസേനൻ മലയുടെ അടിവാരത്ത് അദ്ദേഹത്തിന് കാവലായി കാത്തുനിന്നും ഐതിഹ്യം. അങ്ങനെയാണത്രേ ഈ ക്ഷേത്രത്തിന് ധർമ്മലിംഗേശ്വർ എന്ന പേര് വന്നത്. വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കുമൊപ്പം ഈ മലകയറ്റത്തിനും ഒരു താളമുണ്ട്. കുത്തനെ കയറാതെ ഇടത്തുനിന്നും വലത്തോട്ടും വലത്തുനിന്നും ഇടത്തോട്ടും ചുവടുകൾ വയ്ക്കുന്ന ഭക്തർ മലകയറ്റം എളുപ്പമാക്കാൻ ഈ താളത്തെ ഉപയോഗപ്പെടുത്തുന്നു. കോടമഞ്ഞ് മൂടിയ ഗിരിശൃംഗങ്ങൾ, പാറക്കൂട്ടങ്ങൾ, റെയിൽപാത, നഗരഭംഗി എല്ലാം ഇവിടെ നിന്നുള്ള മനം നിറയ്ക്കുന്ന കാഴ്ചകളാണ്. മലയിലെ കരിമ്പാറകളിൽ തന്നെ വെട്ടിയെടുത്ത നടപ്പാതകൾ, അതേ കല്ലിൽ തന്നെ തീർത്ത കൊത്തുപണികൾ, സന്യാസി വര്യർ തപസ് ചെയ്തിരുന്നതായി കരുതപ്പെടുന്ന ഗുഹകൾ പഴയപടിയും തമിഴ്നാടിൻ്റെ തനതായ ചായവർണ്ണങ്ങളിൽ പുതുക്കിയും നമുക്ക് പോകുന്ന വഴികളിലെല്ലാം കാണാൻ കഴിയും. ഇളം കാറ്റിൻ്റെയും കോടമഞ്ഞിൻ്റെയും സൗഹൃദം ഏപ്രിൽ മാസപ്പകുതിയിലെ ചൂടിനെ തോൽപ്പിച്ച് തോളോട് തോൾ ചേർന്ന് ഈ ഗിരിശൃംഗങ്ങളെ ശീതീകരിച്ചുകൊണ്ടേയിരുന്നു. മല കയറി വരുന്ന ഭക്തർക്ക് വിശ്രമിക്കുന്നതിനായി കൃത്യമായ ഇടവേളകളിൽ വിശ്രമ മണ്ഡപങ്ങളും ഇരിപ്പിടങ്ങളും ശുദ്ധജലവും നൽകുന്നതിൽ ക്ഷേത്ര ഭാരവാഹികൾ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. വാർദ്ധക്യം കൊണ്ടോ ശാരീരിക വിഷമതകൾ കൊണ്ടോ എന്നറിയില്ല, ചിലർ മുകളിലെത്തുന്നത് മണിക്കൂറുകളെടുത്താണ്. എന്നാലും ചെന്ന് കണ്ട് നേരിട്ട് പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടാവും അവർക്ക്. വിശ്വാസങ്ങൾക്ക് തടസ്സമായതിനാൽ ക്ഷേത്രത്തിനകത്ത് ഫോട്ടോ വീഡിയോ അനുവദനീയമല്ല.
ആരുടെയും വിശ്വാസങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഉചിതമായ കാര്യവുമല്ല. താഴെ നിന്നും മുകളിലെത്തുന്നതുവരെയുള്ള എല്ലാ പടവുകളും CCTV നിരീക്ഷണത്തിലാണ്. നടപ്പാതയിൽ നിന്നും പുറത്തേക്ക് കാഴ്ച കാണാൻ ഇറങ്ങിയാൽ ഉടനെ തന്നെ തമിഴ് ഭാഷയിൽ അശരീരി വരും. ആനൈ സിരിത്തെ നടമാടുമിടം പാതയെ താണ്ടി വെളിയെ പോകക്കൂടാതെ. ആനയും പുലിയുമുള്ള സ്ഥലമാണെന്നറിവ് ശരിക്കും ഞെട്ടലുണ്ടാക്കി. താഴെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ നിര കണ്ട് ഇത്രയും ജനങ്ങൾ ഈ മലമുകളിലേക്കാണോ എന്ന് ചിന്തിച്ചു നിന്നപ്പോഴാണ് ആ ദിവസത്തെ പ്രത്യേകത അവിടെയുള്ള ഒരു ഭക്ത വിശദീകരിച്ചു തന്നത്. ഇന്ന് പൗർണമിയാണ്. ഈ ക്ഷേത്രവിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എല്ലാ പൗർണമി നാളിലും ഇവിടെ ആചരിച്ചു വരുന്നു. ഗിരിവലം. ഈ ക്ഷേത്രം ഇരിക്കുന്ന മല എന്ന അർത്ഥം വരുന്ന ഗിരിയെ വലം വയ്ക്കാനുള്ള അവസരം. താഴെ ഇറങ്ങിയാൽ തീരുമായിരുന്ന ഒരു സുന്ദര സ്വപ്ന സാക്ഷാത്കാരത്തിനെ അർത്ഥവത്താക്കുന്ന മറ്റൊരു അനുഭവം. ഈ ക്ഷേത്രം വിശ്വാസത്തിനും പ്രകൃതി സംരക്ഷണത്തിനും തുല്യ പ്രാധാന്യം നൽകുന്നു. യാചകരോ വിശ്വാസങ്ങളുടെ പേരിലുള്ള പിടിച്ചുപറികളോ ഇല്ലാത്ത തമിഴ്നാട്ടിലെ ശാന്തമായ ഒരിടം. അതാണ് ശ്രീധർമ്മലിംഗേശ്വർ ക്ഷേത്രം. ഗിരിവലം തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന സ്ഥലമാണ്. ഈ പൗർണമി നാളിൽ ഗിരിവലം എന്ന ആചാരത്തിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അകമ്പടി കൂടെ ഉണ്ടായിരിക്കും. വന്യമൃഗങ്ങൾ ആ വഴിയിലില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും പ്ലാസ്റ്റിക് കാട്ടിനുള്ളിലേക്ക് കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും അവരുടെ കടമയാണ്. ഈ തെളിയുന്ന ദീപങ്ങളെല്ലാം ആരുടെയൊക്കെയോ പ്രാർത്ഥനകളും പ്രതീക്ഷകളുമാണ്. പ്രാർത്ഥനയോടെ തുടങ്ങുന്ന നടത്തം 6 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്നു. പാദരക്ഷകൾ ധരിക്കാതെയാണ് യാത്ര. കല്ലും മുള്ളും നിറഞ്ഞ യാത്ര ആവശ്യത്തിലധികം കഠിനമായിരുന്നു. പോകുന്ന വഴിയിലെല്ലാം ആനയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. കുത്തനെയുള്ള കയറ്റവും ഇറക്കങ്ങളും നടത്തത്തിന്റെ വേഗതയെ നല്ലവണ്ണം ബാധിക്കുന്നുണ്ടായിരുന്നു. യാത്രയിലുടനീളം ഭക്തർ ശിവനാമം ഉരുവിടുന്നതിൽ ശ്രദ്ധിക്കുന്നതായി തോന്നി. ചിലർ മൊബൈൽ ഫോണിൽ ശിവനാമങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. ഭക്തർ കയ്യിൽ കരുതിയ അവിലും ശർക്കരയും പല സ്ഥലങ്ങളിലായി നിക്ഷേപിക്കുന്നത് കൗതുകമുള്ള കാഴ്ചയായിരുന്നു. ഉറുമ്പിനും അതുപോലുള്ള ജീവികൾക്കും വേണ്ടിയാണത്ര ഇത്. എല്ലാ ഭക്തർക്കും പ്രാർത്ഥിക്കാനുള്ള കാരണങ്ങൾ പലതാണെങ്കിലും അനുവർത്തിച്ചു വരുന്ന രീതികൾ ഒന്നു തന്നെ. സഹനത്തിന്റെ വഴി. 6 കിലോമീറ്ററോളം കാടും കല്ലും മുള്ളും താണ്ടി അപ്പുറത്തെത്തുമ്പോൾ മനസ്സും ശരീരവും പാപവിമുക്തമാകുന്നു എന്ന് വിശ്വാസം. പോകുന്ന വഴിയിൽ കൃത്യമല്ലാത്ത ഇടവേളകളിൽ ഇതുപോലെയുള്ള പ്രതിഷ്ഠകൾ. ഭക്തർ ഈ പ്രതിഷ്ഠകളെ ലിംഗം എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. തമിഴ് ഭാഷയിൽ വിശദമായി പേരും വിവരങ്ങളും എഴുതി വച്ചിരിക്കുന്നു. ഒരു തമിഴ് ഭക്തന്റെ സഹായത്തോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് യമലിംഗം, നിരുതിലിംഗം, വരുണലിംഗം, ഇന്ദ്രലിംഗം, കുബേരലിംഗം എന്നീ പ്രതിഷ്ഠകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാണ്. ഈ വൃദ്ധജനങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇനിയുള്ള തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആവലാതികളാവാനിടയില്ല. തൻ്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും വേണ്ടിയാവാം ഈ പ്രാർത്ഥന. കാണാതെയും അറിയാതെയും പോകരുത്.
ഈ അടുക്കി വച്ചിരിക്കുന്ന കല്ലുകൾ ഓരോ സ്വപ്നങ്ങളാണ്. ഇതുപോലെ കല്ലുകൾ അടുക്കി വെച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഉദ്ദേശിച്ച കാര്യം നടക്കും എന്ന് വിശ്വസിക്കുന്നവരുമേറെ. പശ്ചിമഘട്ടത്തിൻ്റെ പല ഭാഗങ്ങളും നമുക്കിവിടെ നിന്ന് പല കോണിലൂടെ കാണാൻ കഴിയും. ഭക്തി പൂർണ്ണമാകുന്നതിൽ ശാന്തമായ അന്തരീക്ഷത്തിനുള്ള പ്രാധാന്യം ഇവിടം നമുക്ക് മനസ്സിലാക്കി തരുന്നു. പൗർണമി നാളിൽ ഗിരിവല ദർശനത്തിന് വരുമ്പോൾ ഭക്തർ കയ്യിൽ കരുതുന്നത് പാലും പനിനീരുമാണ്. വരുന്ന വഴിയിലെ എല്ലാ ശിലകളിലും അവർ അത് അഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നു. ഗിരിവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലമാണിത്. പഞ്ചപാണ്ഡവന്മാർ ഇവിടെ വന്നതായും യുധിഷ്ഠിരനും അനുജന്മാരും ശിവലിംഗ പൂജയ്ക്കായി മലമുകളിലേക്ക് യാത്ര ചെയ്തപ്പോൾ താഴെ ഭീമസേനൻ അവർക്കായി കാത്തിരുന്നതായും ചരിത്രം. ആ പാറയിൽ കാണപ്പെടുന്ന ഗദയുടെ കൊത്തുപണി ക്ഷീണിതനായ ഭീമസേനൻ തൻ്റെ ഗദ താഴെ വെച്ചപ്പോൾ ഉണ്ടായതാണ് എന്നും വിശ്വാസം. കഠിനമായ കാനനയാത്ര ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ നിന്നും ഇറങ്ങുന്ന വിശ്വാസി ഒരു പുതിയ മനസ്സിനുടമയാണ്, തീർത്തും ശുദ്ധമായ മനസ്സിനുടമ. വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒരു നല്ല മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിനുള്ള പ്രസക്തി വളരെ വലുതാണ്. നടന്ന് തളർന്നു വരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഊട്ടുപുരയാണിത്. ക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല, ജീവിതത്തിൽ കഴിച്ച ഓർത്തിരിക്കുന്ന ഭക്ഷണങ്ങളുടെ പട്ടികയിൽ ഇനി മുതൽ ഇവിടുന്ന് ലഭിച്ച പൊങ്കലും സാമ്പാറും. തുടക്കത്തിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. പാലക്കാട് നിന്നും 38 കിലോമീറ്റർ NH 544 യാത്ര ചെയ്താൽ മധുകര എന്ന സ്ഥലത്തെത്തും. അവിടെ നിന്നും പഴയ കോയമ്പത്തൂർ റൂട്ടിൽ പോയാൽ മാരാപുരം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ കയറാനുള്ള സമയം യഥാക്രമം രാവിലെ 6:30 മുതൽ 12:30 വരെയും വൈകുന്നേരം 2:30 മുതൽ 5 മണി വരെയുമാണ്. മനസ്സ് നിറഞ്ഞ് തിരിച്ച് യാത്ര പുറപ്പെടുമ്പോഴും മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ഒരു വിങ്ങൽ. MTയുടെ രണ്ടാം മുഴത്തിൽ മാത്രമല്ല, ജീവിതത്തിലും ഭീമൻ ഒറ്റയ്ക്കായിരുന്നു.